നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. സൗത്ത് വെയിൽസിലെ അമൻഫോർഡ് സ്കൂളിൽ നടന്ന കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11നും 18നും ഇടയിൽ പ്രായമുള്ള 1800 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. സംഭവത്തോട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ പ്രധാനമന്ത്രി ഋഷി സുനക് കടുത്ത ഞെട്ടൽ രേഖപ്പെടുത്തി. സ്കൂൾ നിലവിൽ കോഡ് റെഡ് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. രോഗികളിൽ നിന്ന് 1 ലക്ഷം പൗണ്ട് മോഷ്ടിച്ച നഴ്സ് ജയിലിൽ. കേംബ്രിഡ്ജിലെ അഡൻബ്രൂക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് കെൽവിൻ രാമസ്ത എന്ന നഴ്സ് പ്രായമായവരിൽ നിന്നും അവശരായ രോഗികളിൽ നിന്നും 1 ലക്ഷം പൗണ്ടിലധികം മോഷ്ടിച്ചുവെന്നാരോപിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പീറ്റർ ക്രൗൺ കോടതിയിൽ മോഷണം കേസുകൾ സമ്മതിക്കുകയും 4 വർഷവും 6 മാസവും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. രാമസ്തയുടെ ബാങ്ക് അക്കൗണ്ടിൽ സംശയാസ്പദമായ ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അധികാരത്തിൽ വന്ന് 5 വർഷത്തിനകം റെയിൽവേ സ്വദേശിവൽക്കരണം നടത്തുമെന്ന് ലേബർ. അധികാരത്തിൽ വന്ന് 5 വർഷത്തിനുള്ളിൽ ട്രെയിൻ ശൃംഖല പൂർണ്ണമായും നാഷണലൈസ് ചെയ്യുമെന്ന് ലേബർ പറഞ്ഞു. എല്ലാ പാസഞ്ചർ ട്രെയിനുകളും ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേയുടെ കീഴിൽ നാഷണൽ ഓണർഷിപ്പിന്റെ കീഴിൽ കൊണ്ടുവരുമെന്നും ലേബർ പറഞ്ഞു. വിമർശകർ ഇത്തരം സംരംഭത്തിന്റെ സാധുതയും ചെലവിനെയും കുറിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട്. കൂടാതെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് പൊതു ഉടമസ്ഥതയിലേക്ക് മാറുന്നതിനുള്ള ലോജിസ്റ്റിക്, നിലവിലെ ഓഹരി ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം എന്നിവയ്ക്കൊപ്പം കാര്യമായ വെല്ലുവിളികളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. സെൻട്രൽ ലണ്ടനിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കുതിരകൾ തെരുവുകളിലൂടെ കുതിച്ചു. വരാനിരിക്കുന്ന സൈനിക പരേഡിനായി അഭ്യാസം നടത്തുകയായിരുന്ന ഹൗസ് ഹോൾഡ് കാവൽറിയിലെ കുതിരകൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെൽഗ്രേവിയയിലെ നിർമ്മാണ സ്ഥലത്ത് കോൺക്രീറ്റ് വീഴുന്ന ശബ്ദം കേട്ട് പരിഭ്രാന്തരായി ഓടി. 7 കുതിരകളിൽ 5 ഓടിപ്പോയത്. സംഭവത്തിൽ 4 സൈനികർക്ക് പരിക്കേൽക്കുകയും 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സെൻട്രൽ ലണ്ടനിലെ പ്രധാന റോഡുകളിലൂടെ ഓടിയ കുതിരകൾ വാഹനങ്ങളെ ഇടിക്കുകയും യാത്രക്കാരെ അമ്പരപ്പിക്കുകയും ചെയ്തു. കുതിരകളെയെല്ലാം ഉടൻ പിടികൂടി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഹൈഡ് പാർക്കിലെ ബാരക്കിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ ക്യാൻസർ രോഗ തിരിച്ചറിയൽ വേഗത കുറവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ 40% രോഗികൾക്കും തങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ രോഗം ശരീരം മുഴുവൻ പടരേണ്ട അവസ്ഥയാണെന്ന് റിപ്പോർട്ടുകൾ. ക്യാൻസർ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ചികിത്സിക്കാനും രക്ഷപ്പെടുത്താനും 8 മടങ്ങ് അധിക സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. GP അപ്പോയിന്റ്മെന്റുകൾ നേടുന്നതിലെ പ്രതിസന്ധി മൂലം രോഗികൾക്ക് പലപ്പോഴും തങ്ങളുടെ ആശങ്ക രേഖപ്പെടുത്താൻ കഴിയുന്നില്ലെന്നതും ക്യാൻസർ മൂലം മരണമടയുന്നവരുടെ എണ്ണം ഉയർന്നതിന് ഇടയാക്കുന്നുണ്ട്. കെയ്റ്റിന് റോയൽ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് പദവി സമ്മാനിച്ച് രാജാവ്. 1917 ജോർജ് 5 രാജാവ് തുടങ്ങിയ റോയൽ കമ്പാനിയൻ ഓഫ് ദി ഓർഗനൈസേഷനിൽ കല, ശാസ്ത്രം, മെഡിസിൻ, പൊതുസേവന രംഗങ്ങളിലെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഇത് സമ്മാനിക്കാറുള്ളത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ അംഗീകാരം രാജകുടുംബത്തിൽ നിന്ന് ഒരംഗത്തിന് ആദ്യമായാണ് നൽകുന്നത്. ഫോട്ടോഗ്രാഫി ഏറെ ഇഷ്ടപ്പെടുന്ന കെയ്റ്റ് റോയൽ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റി, നാഷണൽ പോർട്രേറ്റ് ഗാലറി എന്നിവയുടെ പേട്രനാണ്. കഴിഞ്ഞ വർഷം മലേറിയ പിടിപെട്ട UK-യിൽ നിന്നുള്ള അവധിക്കാല യാത്രക്കാരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിൽ. മലേറിയ കേസുകൾ കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അവധിക്കാല യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. 2023 മലേറിയ കേസുകൾ ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ 2000 കവിഞ്ഞു. വിദേശത്തായിരിക്കുമ്പോൾ വൈദ്യസഹായം തേടാനും UKHSA നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏപ്രിൽ 25 ലോക മലേറിയ ദിനത്തിന് മുന്നോടിയായാണ് ഈ കണ്ടെത്തൽ. ചാനൽ കടക്കാൻ ശ്രമിച്ച 5 കുടിയേറ്റക്കാർ മരിച്ചതിനെ തുടർന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. സുഡാനിൽ നിന്നുള്ള 19ഉം 22ഉം വയസ്സുള്ള 2 പേരെയും തെക്കൻ സുഡാനിൽ നിന്നുള്ള 22കാരനായ 3-ാമനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരുന്നതായി നാഷണൽ ക്രൈം ഏജൻസി അറിയിച്ചു. അനധികൃത കുടിയേറ്റം സുഗമമാക്കുകയും UK-യിലേക്ക് അനധികൃതമായി പ്രവേശിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. UK പോലീസും ബോർഡർ ഫോഴ്സും ചേർന്ന് മരണത്തെക്കുറിച്ചുള്ള ഫ്രഞ്ച് അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്ന് നാഷണൽ ക്രൈം ഏജൻസി അറിയിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.